ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. സർവഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് നാരായണീയം ദശകം 65 ഗോപീ സമാഗമം 4ഉം 5ഉം ശ്ലോകങ്ങൾ കഴിഞ്ഞ ദിവസം വരെ വായിച്ചു. 6ാമത്തെ ശ്ലോകം. കാരണം ഭഗവാൻ കൃഷ്ണൻ ഓടക്കുഴൽ വിളിച്ചപ്പോൾ ഗോപസ്ത്രീകളൊക്കെയും എന്തൊക്കെ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നു അതെല്ലാം കളഞ്ഞിട്ട് ഇട്ടേച്ച് കുഞ്ഞുങ്ങളെ പരിപാലിച്ച് അതും കളഞ്ഞു. ആഭരണങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ടിരുന്ന അതും കുറച്ചിട്ട് കുറച്ചിടാതെയും പിന്നെയോ ഭർത്താക്കന്മാർക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന അതും ഇട്ടേച്ച് ഭഗവാന്റെ എവിടെയാ നാദം കേട്ടത് അവിടേക്ക് അവരെല്ലാവരും ഓടിപ്പോയി. തത്രപ്പാടില്ല, അത്രമാത്രം ഭക്തിയിലാണ് അവർ മുഴുകി. അതല്ല, ഈശ്വരനുള്ള സ്നേഹം കണ്ണനെ എല്ലാവർക്കും വേണം. അങ്ങനെയുള്ളൊരു രീതിയും കൂടാണ്. ആത്മീയ മാത്രമല്ല, അതായത് എല്ലാ രീതിയിലും ഭഗവാനെ കണ്ണനെ അവർക്ക് വേണം. അങ്ങനെ അവർ അകമഴിഞ്ഞ സ്നേഹം പ്രേമത്തോടു കൂടി തന്നെ എല്ലാം കളഞ്ഞിട്ട് പോയി ഭഗവാന്റെ അടുത്തേക്ക്. നമുക്ക് 6ാമത്തെ ശ്ലോകം ചൊല്ലാം. ശ്ലോകം 6. കാചൽ കുചേ പുനർ അസജ്ജിത കഞ്ചുളീക വ്യാമോഹത പരവധൂഭിർ അലക്ഷ്യമാണ ത്വാം ആയയൗ നിരുപമ പ്രണയാതിഭാര രാജ്യാഭിഷേക വിധയേ കലശീധരേവ. കാചൽ കുചേ പുനർ അസജ്ജിത കഞ്ചുളീക വ്യാമോഹത പരവധൂഭിർ അലക്ഷ്യമാണ ത്വാം ആയയൗ നിരുപമ പ്രണയാതിഭാര രാജ്യാഭിഷേക വിധയേ കലശീധരേവ. പല പല ഗോപികമാരും പല രീതിയിലാണ് ഭഗവാൻ അടുക്കിലേക്ക് പോയതെന്നാൽ ഒരു ഗോപിക എന്ത് ചെയ്തു? അമ്പരപ്പിൽ മാറുമറയ്ക്കാതെ മറ്റുള്ളവരുടെ കണ്ണിൽ പെടാതെ അനുപമമായ പ്രേമ സാമ്രാജ്യത്തിൽ അങ്ങയെ ഭഗവാൻ കൃഷ്ണനെ അഭിഷേകം ചെയ്യാൻ 2 ജലകുംഭങ്ങളുമായി വരുന്നവളോ എന്ന് തോന്നുമാറ് അങ്ങയുടെ അടുത്തെത്തി. ജലകുംഭങ്ങൾ എന്ന് പറഞ്ഞാൽ ജലം നിറച്ച കുടങ്ങൾ. അത് മാറുമറയ്ക്കാതെ പോയതിനാണ് ഇവിടെ കവി ഇങ്ങനെ പറയുന്നത്. ജലകുംഭങ്ങൾ ഭഗവാനെ അഭിഷേകം ചെയ്യാനായിട്ട് ജലം നിറച്ച കുടങ്ങൾ എന്നതുപോലെ മാറുമറയ്ക്കാതെ ഭഗവാനടുത്ത് എത്തിയെന്നാണ്. അപ്പോൾ അത്ര പോലും അവർക്ക് അത്രമാത്രം ഭഗവാനെ തന്നെ ശരണം. എങ്ങനെയാ? പ്രേമം ഭഗവാനെ അവർക്ക് തന്നെ വേണം എന്നുള്ള രീതിയിൽ. അത് എന്ത് രീതിയിലായാലും ഒരു കാമുകനെ എങ്ങനെയാ, എന്നാലും ഭഗവാൻ ഇഷ്ടമാണ്. ഭഗവാനെ എങ്ങനെയൊക്കെ ദേഷിച്ച് ഭഗവാനെ എന്ന് വിളിച്ചാൽ സാധാരണ കംസന്. അതുകൊണ്ട് ശത്രുപക്ഷത്തായാലും എപ്പോഴും ശത്രുക്കളെ എപ്പോഴും കൃഷ്ണൻ കൃഷ്ണൻ എന്നാലും ഭഗവാൻ ഇഷ്ടം. ഏത് രീതിയിലാണ് നമ്മൾ ഭഗവാനെ ചിന്തിക്കുന്നത് അതാണ് ഇഷ്ടം. അപ്പോൾ അവർക്ക് അങ്ങനെ ഒത്തു നിൽക്കുക എന്നുള്ളതാണ് ഭഗവാൻ. അതുകൊണ്ട് ഒരു സ്ത്രീ, ഒരു ഗോപിക അങ്ങനെ മറയ്ക്കാതെ ഭഗവാനത്തിലേക്ക് ഓടിപ്പോയി. നമുക്ക് 7ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 7. കാചൽ ഗഹാൽഗില നിരേതു അപാരയന്ത്യ ത്വാം ഏവ ദേവഹൃദയേ സുദൃഢം വിഭാവ്യ ദേഹം വിധൂയ പരശിൽ സുഖരൂപം ഏകം ത്വാം ആവിശൻ പരയിമാനനുധന്യ ധന്യ. കാച്ചിൽ ഗഹാൽകില നിരേതു അപാരയന്ത്യ ത്വാം ഏവ ദേവാഹൃദയേ സുദൃഢം വിഭാവ്യ ദേഹം വിധൂയ പരശിൽ സുഖരൂപമേകം ത്വാം ആവിശൻ പരയിമാൻ അനുധന്യ ധന്യ. ചില ഗോപികൾ വീട്ടിൽ നിന്ന് പോകാതിരിക്കാൻ തടഞ്ഞു നിർത്തി. അവിടെയുള്ള മറ്റു മുതിർന്നവർ അവരെ തടഞ്ഞു നിർത്തിയതിനാൽ പുറത്ത് കടക്കാനാകാതെ അവിടെ തന്നെ നിന്നുപോയി. പോകാൻ പറ്റിയില്ലല്ലോ, ഭഗവാന്റെ അടുത്തേക്ക് കുഴൽനാദം കേട്ട സ്ഥലത്തേക്ക് പോകാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഹൃദയവേദനയോടെ അവരവിടെ തന്നെ നിന്നിട്ട്, ഹേ ദേവാ ഗുരുവായൂരപ്പ, അവർ അവിടെ തന്നെ നിന്നുകൊണ്ട് ഭഗവാനെ ദൃഢമായി ചിന്തിച്ചു. അപ്പോൾ അവർ ജ്ഞാനസ്വരൂപനായ സുഖസ്വരൂപനായ ബ്രഹ്മസ്വരൂപനായ ഭഗവാനിൽ ഐക്യം പ്രാപിച്ചു. എവിടെ നിന്നാലും ഭഗവാനെ ദൃഢമായി വിശ്വസിച്ച് ഭഗവാൻ തന്നെ ചിന്ത ഏകാഗ്രമായി, അയ്യോ എനിക്കും ഭഗവാനിലെത്താൻ പറ്റില്ലല്ലോ എന്നുള്ള വേദന പോലെ നിന്നവിടെ നിന്ന് അത്രമാത്രം സുദൃഢമായി തന്നെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവർ ഭഗവാൻ ഐക്യം പ്രാപിച്ചു, ചേർന്നു, ലയിച്ചു. അവർ ഏകനായ അങ്ങയിൽ ചേർന്നു, അങ്ങനെ മോക്ഷം പ്രാപിച്ചു. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ?
എവിടെ പോയാലും നമ്മുടെ മനസ്സെങ്ങനെയാ ഈശ്വരനിൽ അത്രമാത്രം അകമഴിഞ്ഞ ഭക്തിയോ പ്രേമമോ എന്തോ ആയിക്കൊള്ളട്ടെ, ശത്രുവാണെങ്കിലും എന്തായാലും ഭഗവാനിൽ നിന്നുള്ള ആ ഒരു ഉള്ളിലെ ഒരു വെപ്രാളം, എനിക്കും പോകാൻ പറ്റിയില്ലല്ലോ ഭഗവാനെ കൃഷ്ണ എന്ന് അവർ ദൃഢമായി ചിന്തിച്ചും കൊണ്ട് അവിടെ നിന്ന് ഒരേ നിൽപ്പിൽ മറ്റൊന്നും ചിന്തിക്കാതെ എപ്പോഴും ഭഗവാൻ തന്നെ അവിടെ ചെല്ലാൻ പറ്റാത്ത വേദനയോട് നിന്നപ്പോൾ ഭഗവാൻ ഐക്യം പ്രാപിച്ചു. നമുക്കും ഏത് മൂലയിലോ കോണിലോ എവിടെ ഇരുന്നോളട്ടെ, ഈശ്വരനെ അങ്ങനെ ചിന്തിച്ചാൽ നമുക്കും അതന്നെ, അല്ലാതെ ഒന്നും വേണ്ട. ആ ഭക്തി, പ്രേമമാകുന്ന ഭക്തി മാത്രം മതി മോക്ഷത്തിലേക്ക്. എന്നാൽ ഇവിടെ ഈ സ്ത്രീകളാണെങ്കിലോ എങ്ങനെ മോക്ഷം പ്രാപിച്ചു? ഭക്തിയിലല്ല, ഭഗവാനെ തന്നെ ചിന്ത, കാമുകനെ പോലെ അവർ കുട്ടികളാണ്. അവർക്ക് പരമാത്മാവിൽ ലയിക്കുക എന്നുള്ളതല്ല. കാരണം നമുക്ക് അടുത്ത ശ്ലോകത്തിൽ വായിക്കുമ്പോൾ മനസ്സിലാവും. ശ്ലോകം 8. ജാരാത്മനാന പരമാത്മതയാ സ്മരന്ത്യോ നാര്യോഗ്യതാ പരമഹംസഗതിം ക്ഷണേന തം ത്വാം പ്രകാശ പരമാത്മതനും കഥഞ്ചിൽ ചിത്തേ വഹൻ അമൃതം അശ്രമം അശ്നുമീയ. ജാരാത്മനാന പരമാത്മതയാ സ്മരന്ത്യോ നാര്യോഗ്യതാ പരമഹംസഗതിം ക്ഷണേന തം ത്വാം പ്രകാശ പരമാത്മതനും കഥഞ്ചിൽ ചിത്തേ വഹൻ അമൃതം അശ്രമം അശ്നുമീയ. ഇവിടെ ഗോപാങ്കരന്മാർ അങ്ങ് പരമാത്മാവാണ് എന്ന രീതിയിലല്ല സ്മരിച്ചത്. അവർക്കറിയത്തില്ല ഈശ്വരനാണ്, പരമാത്മാവാണ്, ബ്രഹ്മമാണെന്നൊന്നും അറിഞ്ഞിട്ടല്ല ഭഗവാൻ കണ്ണനെ അവർ അപ്പോൾ ആ രീതിയിലല്ല അവർ ഓർത്തത്, സ്മരിച്ചത്. ഒരു ജാരനെ എങ്ങനെ മനസ്സിൽ സൂക്ഷിക്കുന്നുവോ അതുപോലെയാണ് സങ്കല്പിച്ചത്. ഭഗവാനെ അവർക്ക് അല്ലാതെ തന്നെ ലൗകികമായി തന്നെ അവർക്ക് വേണം. അത്രമാത്രം ആനന്ദകരമാണ് ഭഗവാൻ എന്നുള്ളതാണ് അവർക്കറിയാം. എന്തുകൊണ്ടും ഈശ്വരനോ അത്രമാത്രം ആ കണ്ണനോട് ഈശ്വരനാണെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് പരമാത്മാവാണെന്നുള്ള ചിന്തയിലല്ല അവർ സ്മരിച്ചത്. എന്നിട്ട് കൂടി ക്ഷണത്തിൽ അവർ പരമഹംസന്മാർക്ക് ലഭിക്കുന്ന പരമപദത്തിലാണ് എത്തിയത്. ഭഗവാനെ എങ്ങനെ സ്നേഹിച്ചാലും മതിയെന്നാണ്. കൃഷ്ണ ഗുരുവായൂരപ്പ ഒരു പ്രയാസവും കൂടാതെ തന്നെ മോക്ഷത്തെ അനുഭവിക്കുമാറാക്കണമേ എന്നിവിടെ ഭട്ടത്തിരിപ്പാടും പറയുന്നു. എങ്ങനെയായാലും കൃഷ്ണ കൃഷ്ണ ആ ഒരു ചിന്ത, ആ ഒരു ഓർമ്മ മാത്രമാണ് ഈ ഗോപസ്ത്രീകൾക്കുള്ളത്. എന്ത് ജോലി ആയാലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം മറന്നിട്ട് ഭഗവാൻ എന്നുള്ള ചിന്തയാകുമ്പോൾ എന്ത് മനസ്സിലാക്കണം? ഈശ്വരൻ അവരുടെ ഉള്ളിലുണ്ട്. എപ്പോഴും ചിന്തിക്കുന്ന ഒരു മനുഷ്യന് അങ്ങനെയാണ്. ശത്രു ആയാലും കൃഷ്ണ കൃഷ്ണ എന്നാണ് ചിന്തിക്കുന്നത്. കംസൻ അതുകൊണ്ടാണ് അങ്ങനെ കിട്ടിയത്, മോക്ഷം കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഏത് രീതിയിലും ഭഗവാൻ കണ്ണൻ കണ്ണൻ എന്ന് ചിന്തിക്കുമ്പോൾ നീ കാമുകനോ, ഇവിടെ ഈ കുട്ടികളെല്ലാം അങ്ങനെയാണ് ചിന്തിച്ചത്, അല്ലാതെ പരമാത്മാവാണെന്നുള്ള ചിന്തയിലല്ല. അപ്പോഴും അവർക്ക് ഭഗവാനിൽ ചേർന്ന് ലയിക്കാൻ പറ്റി. അതുകൊണ്ടാണല്ലോ 16,008 സ്ത്രീകളുടെ മുമ്പിലും ഭഗവാൻ ഏകനായ ഈശ്വരൻ എല്ലാവർക്കും വേണം. അപ്പോൾ എല്ലാവർക്കും കൊടുത്തേ പറ്റൂ. അപ്പോൾ ഭഗവാൻ എല്ലാവരുടെ മുമ്പിലും ഭഗവാന്റെ തന്നെ മായയാൽ അവിടെ മുമ്പിലെല്ലാം പ്രത്യക്ഷമായി നിന്നപ്പോൾ അവർക്കറിയാം അവരെല്ലാം എനിക്കും ഉണ്ട് കണ്ണൻ, എനിക്കും ഉണ്ട് എന്ന് എല്ലാവർക്കും ഒന്നുപോലെ ഒരുമിച്ച് ഒരേ സമയത്ത് തന്നെയാണ് ഭഗവാൻ അങ്ങനെ ചെയ്തത്. അത് ഭഗവാൻ അത്രമാത്രം സ്നേഹമാണ്. എങ്ങനെ ഭഗവാനെ ചിന്തിച്ചാലും. അടുത്ത ശ്ലോകം വായിക്കാം. ശ്ലോകം 9. അഭ്യാഗതാഭിർ അഭിതോ വ്രജസുന്ദരീഭിർ മുഗ്ധസ്മിതാർദ്രവദനാ കരുണാവലോകി നിസീമകാന്തിജലധിസ്ത്വം അപേക്ഷ്യമാണോ വിശ്വൈകഹൃദ്യഹരമേ പവനേശരോഗാൻ. അഭ്യാഗതാഭിർ അഭിതോ വ്രജസുന്ദരീഭിർ മുഗ്ധസ്മിതാർദ്രവദനാ കരുണാവലോകി നിസീമകാന്തിജലധിസ്ത്വം അപേക്ഷ്യമാണോ വിശ്വൈകഹൃദ്യഹരമേ പവനേശരോഗാൻ. ഇവിടെ വ്രജസുന്ദരിമാരാൽ ചുറ്റപ്പെട്ടവനും, എത്രമാത്രം സ്ത്രീകളുണ്ടോ വ്രജത്തിൽ ആ സുന്ദരിമാരായിരിക്കുന്ന ഗോപസ്ത്രീകളാൽ ചുറ്റപ്പെട്ടവനും. അപ്പോൾ ഭഗവാൻ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ചുറ്റിനും ഈ സ്ത്രീകൾ തൂമന്ദഹാസം പൊഴിക്കുന്ന മുഖത്തോടു കൂടിയവനും അതിരറ്റ കാന്തി സാഗരമായവനും, സമുദ്രം പോലെ കാന്തി ചൊരിഞ്ഞു നിൽക്കുന്നു, കാരുണ്യം കവിഞ്ഞൊഴുകുന്ന കടാക്ഷ വീക്ഷണത്തോടു കൂടിയവനും കമനീയ വിഗ്രഹനുമായ ഗുരുവായൂരപ്പ എന്ന ഭട്ടത്തിരിപ്പാട് പറയുന്നത്. അപ്പോൾ ഈ ചുറ്റപ്പെട്ട് വട്ടത്തിലിങ്ങനെ ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ഗോപസ്ത്രീകളുടെ നടുവിലിങ്ങനെ കണ്ണൻ ഭഗവാൻ തൂമന്ദഹാസം പൊഴിക്കുന്ന മുഖത്തോടു കൂടിയാണ് ഭഗവാൻ. അല്ലാതെ അവിടെ ഒരു ഭേദവ്യത്യാസവും ഇല്ല. അവിടെ എങ്ങനെയാ ഭഗവാനെ എല്ലാവരും സ്നേഹിക്കുന്നത്? കാമുകനായിട്ടാണോ പരമാത്മാവായിട്ടാണോ എന്നൊന്നും ഭഗവാന് ചിന്തയില്ല.
ആ സ്ത്രീകൾ എങ്ങനെയാണ് അവരുടെ മനസ്സിൽ കാണുന്നത് അതുപോലെ ഭഗവാൻ ഒത്തു നിൽക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ എപ്പോഴും തൂമന്ദഹാസത്തോട് തന്നെയാണ് നിൽക്കുന്നത്. അതിരറ്റ കാന്തി സാഗരമായവനും, സാഗരം സമുദ്രം, സമുദ്രം പോലെ കാന്തിയുള്ളവനും, കാരുണ്യം കവിഞ്ഞൊഴുകുന്ന കടാക്ഷ വീക്ഷണത്തോടു കൂടിയവനും, അത്രമാത്രം കണ്ണുകളോട് കൂടി കാരുണ്യം ഒഴുകുന്ന കണ്ണ് നയനത്തോടു കൂടിയവനും, കമനീയ വിഗ്രഹനും, അത്ര സുന്ദര ഭഗവാനെ കണ്ടാൽ അത്രമാത്രം കമനീയമാണ്, സുന്ദരമാണ്. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ, അങ്ങ് എൻ്റെ രോഗങ്ങളെ നശിപ്പിക്കണമേ, എനിക്ക് സ്വാസ്ഥ്യം പ്രദാനം ചെയ്യണമേ. നമ്മളും പറയണം, ഭഗവാനെ നമ്മുടെ ദുരിതങ്ങൾ, വിഷമങ്ങൾ, രോഗങ്ങൾ എല്ലാം മാറ്റി തരണമേ എന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. നമ്മുടെ ചുറ്റും എല്ലാ എല്ലാവരും നമ്മുടെ ചുറ്റും നിൽക്കുമ്പോൾ ഒരു കുടുംബത്തിൽ 5-6 അംഗങ്ങളുണ്ടെങ്കിൽ ഭഗവാനെ അത് നടുക്കാക്കിക്കൊണ്ട് ചുറ്റിനും നമ്മളെല്ലാവരും നിറഞ്ഞു നിൽക്കുക. എന്ത് വേണം? കുഞ്ഞുങ്ങൾക്ക് ജോലി വേണോ, പഠിക്കണോ, അതോ രക്ഷകർത്താക്കൾക്ക് ആനന്ദം അനുഭവിക്കണോ, അതോ എന്താ വേണ്ട? ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് ഭഗവാനെ ഇതുപോലെ നടുക്ക് നിർത്തിക്കൊണ്ട് ചുറ്റിനും അങ്ങനെ സങ്കല്പിച്ചിരുന്ന് ആരാധിക്കൂ. കൃഷ്ണ കൃഷ്ണ എന്ന് പറയൂ. അപ്പോൾ നമുക്കും അതുപോലെ ഓരോന്നും ഭഗവാൻ പ്രദാനം ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.